സമ്മർ സീസൺ. ഈ വെക്കേഷൻ സമയത്ത് അടി, ഇടി, അതേപോലെ വീഴ്ചകള് എല്ലാം സംഭവിക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ പരിഗണിക്കുന്നത് കൂടുതലായിട്ടും ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മുറിവുകളാണെങ്കിലും ചില സമയങ്ങളിൽ പല്ലുകൾക്ക് ഡാമേജുകൾ സംഭവിക്കാറുണ്ട്. ഇപ്പൊ പല്ലിന്റെ അറ്റഭാഗം പൊട്ടിപ്പോവുക, പല്ലിന് ചെറിയ ഇളക്കം വരിക, പല്ല് നന്നായിട്ട് ഇളകി കയ്യിലേക്ക് വരിക, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ അതിനെ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പല്ലിന് എപ്പോഴാണോ ഒരു ക്ഷതം സംഭവിക്കുന്നത്, ക്ഷതം എന്ന് പറഞ്ഞാൽ ഒരു ഇടി, നമ്മളിങ്ങനെ തട്ടിപ്പോകുന്നു, ചെറിയൊരു ഇളക്കം, ഇത് സംഭവിക്കാൻ തന്നെ കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ തലകൾ തമ്മിൽ കുത്തിപ്പോവുക, കൈ മുട്ടിൽ തട്ടിപ്പോവുക, എന്തെങ്കിലും ഒബ്ജക്റ്റിൽ വന്നിട്ട് തട്ടിപ്പോവുക, കല്ല് കൊണ്ട് ഏറ് കൊള്ളുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതുപോലെ സൈക്കിൾ പോയി വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക. അപ്പോഴൊക്കെ ഹെഡ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഇടിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഇത് കാണാറ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോ പല്ല് പൊട്ടിയിട്ടുണ്ട്, ആ ചെറിയൊരു പൊട്ടല് കുഴപ്പമില്ല, നമ്മൾ ഒഴിവാക്കിക്കണം. ആ സമയത്ത് കൂടുതലായിട്ടുള്ള മുറിവുകളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. പിന്നെ പല്ല് വേദന ഇല്ല എന്ന് കുട്ടി പറയുന്നതിന് ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ആവുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പല്ലിന് ചെറിയ രീതിയിൽ തന്നെ ഒരു ക്ഷതം ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ക്ഷതം പല്ലിലൂടെ പല്ലിന്റെ വേരിലേക്ക് എത്തുകയും വേരിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള പല്ലിലേക്ക് പോകുന്ന രക്തക്കൊഴലുകളിലും നെർവ് സപ്ലൈസിലും ചെറിയ രീതിയിൽ ഡാമേജ് വരികയും ചെയ്യാറുണ്ട്. ഇങ്ങനെ ഡാമേജ് വരുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക? ഈ കൃത്യമായ ബ്ലഡ് സപ്ലൈ പോയിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് വെസൽസിന് ചെറിയൊരു അനക്കം തട്ടി, അപ്പം അവിടുത്തെ ആ ബ്ലഡ് സപ്ലൈക്ക് ഒരു കുറവ് സംഭവിച്ചു, നെർവ് സപ്ലൈക്ക് ഒരു കുറവ് സംഭവിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് പല്ല് പതുക്കെ അതിന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് വളരെ പതുക്കെ സംഭവിക്കുന്നതുണ്ട്, പെട്ടെന്ന് സംഭവിക്കുന്നതുണ്ട്. അതെങ്ങനെയാണ് നമുക്കറിയാം? പല്ല് ക്ഷതം എത്ര സിവിയർ ആണോ അതിനനുസരിച്ചിട്ടാണ് നടക്കാറ്. പല്ല് പൊട്ടുമ്പോൾ പല്ലിന്റെ ഏകദേശം പകുതിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭംഗി കാരണം ഇതെല്ലാം സംഭവിക്കാറ് അധികം മുന്നിലെ പല്ലുകൾക്കാണ്. അപ്പോൾ കാണാനുള്ള ഭംഗിക്കുറവാണ് എല്ലാവരും പരിഗണിക്കുന്ന കാര്യം. രണ്ടാമത് വേദന. ഇത് രണ്ടും ഉള്ള സാഹചര്യമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡെന്റിസ്റ്റിന്റെ അടുത്ത് എത്തി അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എനിക്കറിയാം. അപ്പം ആ ട്രീറ്റ്മെന്റുകളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്, ആ സമയത്ത് ഒരു ചെറിയ ഇളക്കം ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് ഉറച്ചു. ആ സമയം ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നു, പിന്നെ അതങ്ങ് ഉറച്ചു. അതേപോലെ ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു, മുളയിൽ ചെറിയൊരു തടുപ്പുണ്ടായിരുന്നു, പിന്നെ അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിനെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞു തരുന്നത്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫുട്ബോൾ കളിയുടെ ഭാഗമായിട്ട് വേറൊരാളുടെ തല വന്നിടിച്ച് പല്ല് പൊട്ടിയ ഒരാൾ വന്നിരുന്നു. അയാൾക്ക് വന്നിരുന്നത് പല്ല് ക്ലീൻ ചെയ്യാനായിട്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആ പല്ല് പൊട്ടിയതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോ ഇടയ്ക്ക് ചുണ്ടിന് മുകളിലായിട്ട് ചെറിയൊരു കുമിള പോലെ വരാറുണ്ടെന്ന്, ഉള്ളിലാണ് വായിച്ചെടുത്തത്. ഒരു കുമിള പോലെ വരും, അതങ്ങ് പൊട്ടിപ്പോവും. അത് വരുന്ന സമയത്ത് വേദനകളൊന്നും ഉണ്ടാവാറില്ല. ഞാൻ ഉപ്പുവെള്ളത്തിൽ അങ്ങ് ആക്കും, അതങ്ങ് പോവും, പിന്നെ അങ്ങ് ഓക്കെ ആവും. അത് കാണാറുണ്ടെന്ന് എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കൊരു എക്സ്റേ എടുക്കണം നിർബന്ധമായിട്ട്. അപ്പൊ എക്സ്റേ എടുത്തപ്പോൾ പല്ലിന്റെ അടിയിൽ നല്ലൊരു റേഡിയോ ലുസൻസി നമ്മൾ പറയും, നല്ലൊരു പഴുപ്പാണ് കാണാൻ സാധിച്ചത്. പഴുപ്പുണ്ടെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും പേഷ്യന്റ് അത് കേൾക്കാൻ വലിയ കാര്യമില്ല. കാരണം എന്താണ്? എനിക്കൊരു വേദനയില്ല, എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ എന്തുകൊണ്ട് ഞാനത് ചികിത്സിക്കണം? ആ പഴുപ്പ് എന്ന് ഞാൻ പറയുന്ന ആ ഒരു റേഡിയോലജി ആ എല്ലുകൾക്കിടയിൽ വളരുന്ന ഒരു വളർച്ചയാണ്. ആ വളർച്ച അത് വലുതായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് സെൻസേഷൻസ് ഒക്കെ ചില സമയങ്ങളിൽ നല്ല വേദനയായിട്ട് വരാം, ചിലപ്പോൾ പഴുപ്പ് പൊട്ടി എഴുതുന്ന ഒരു കണ്ടീഷനിലേക്ക് പോവാം, ചിലപ്പോൾ പല്ലിന് ഇളക്കം വരാം, ചിലപ്പോൾ അടുത്ത പല്ലുകളിൽ കൂടി ഇത് ബാധിക്കും. അതായത് ഈ വളർച്ച ആ എല്ലിന്റെ ഉള്ളിൽ വളരുകയും അടുത്തുള്ള പല്ലുകളിൽ വേരുകളിലേക്ക് അത് എത്തുകയും ആ പല്ലുകളെ കൂടി ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ നഷ്ടപ്പെടുത്തുമ്പോൾ ഇതേപോലെ ബ്ലഡ് സപ്ലൈസ് അതിലേക്കുള്ളതിനെല്ലാം കട്ടാവും. ആ പല്ലുകളെയും അതങ്ങനെ ഇല്ലാതാക്കും. ഞാൻ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിന് തൊട്ടടുത്ത പല്ലിനെ ഇത് ബാധിച്ചിട്ടുണ്ട്, മനസ്സിലായി. അപ്പൊ ഇത് ബോധ്യപ്പെടുത്തണമല്ലോ പേഷ്യന്റിനെ. ഞാൻ എന്ത് ചെയ്തു? കോൾഡ് പല്ലിന്റെ സെൻസേഷൻസ് എത്രത്തോളം, പല്ലിന് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് പല്ല് എന്ത് ടെമ്പറേച്ചറിന് സെൻസ് ചെയ്യുന്നു എന്നുള്ളതിനും കൂടി പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മൾ കോൾഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കോൾഡ് ടെസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ പഠിക്കാം. അതല്ലാതെ നമ്മൾ കോൾഡ്, അതായത് ഒരു തണുപ്പ്, ആ പല്ല് തണുപ്പ് സെൻസ് ചെയ്യുന്നില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. മറ്റുള്ള പല്ലുകളെ തൊട്ട് കൊടുത്തപ്പോൾ അവിടെ മനസ്സിലാവും ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പല്ലിന് തണുപ്പ് സെൻസ് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലായി.
തൊട്ടടുത്ത പല്ലിന് വെച്ച് കൊടുത്തപ്പോഴും അതിന് സെൻസ് ചെയ്യുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ എന്തുകൊണ്ട് ഇത് സെൻസ് ചെയ്യുന്നില്ല എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് കാരണം. ഈ പല്ലുകൾക്ക് ജീവനില്ല. പല്ല് ജീവനില്ലാതെ നമ്മുടെ വായിൽ അവശേഷിക്കുകയാണെങ്കിൽ എന്തായാലും പല്ലിന്റെ വേരിനടിയില് പഴുപ്പായിട്ട് മാറുകയാണ് ചെയ്യുക. പഴുപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു വളർച്ചയായിട്ട് മാറും. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് വേദന വന്നില്ല ഇതുവരെ? ഞാൻ പറഞ്ഞു മൈൽഡ് ഡിസ്റ്റർബൻസ് എല്ലാം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഉപ്പുവെള്ളത്തിലും മറ്റേതിലും നിങ്ങൾ ഡീല് ചെയ്തപ്പോൾ അത് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാതിരുന്നത്. പക്ഷെ എല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ല. ചിലവർക്ക് വീണ്ടും പഴുപ്പുമായിട്ട് വരാം, ചിലർക്ക് ചെറിയ വേദനയായിട്ട് വരാം, ചിലവരുടെ പല്ലിളകി പോകുമ്പോഴായിരിക്കും പല പല രീതിയിലാണ് അത് പുറത്തേക്ക് വരാം. അപ്പൊ ഞാൻ ഇപ്പൊ ഇത് പറയാൻ കാരണം ഈ ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്നു തന്നെയാണ് എന്നെ ഓർമ്മപ്പെടുത്തിയത്. ഇതുപോലെ ഒരു വെക്കേഷൻ കാലത്ത് കളിയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞു. ഇത്രയും കാലങ്ങൾ കൊണ്ട് സംഭവിച്ച കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാവാം, ചിലപ്പോൾ 1 വർഷം കൊണ്ടാവാം, ചിലപ്പോൾ 6 മാസം കൊണ്ടാവാം ഇത് സംഭവിക്കുക. നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഒരു പല്ലിനെ നല്ല അടുത്തുള്ള പല്ലുകളെയൊക്കെ ഇത് ബാധിക്കും. ഈ ഇൻഫെക്ഷൻസ് നമ്മൾ മറ്റ് സിസ്റ്റംസിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയൊരു ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് അതിന്റെ എക്സ്റേസ് എടുക്കുകയും അതിന്റെ ടെസ്റ്റുകൾ നടത്തുകയും വേണം. അത് നമ്മൾ 15 ഡേയ്സ് ഒരു ഗ്യാപ്പ് എല്ലാം പറയും അടുത്ത ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. ആ 15 ദിവസത്തിന് ശേഷം വീണ്ടും വൈറ്റാലിറ്റി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. തണുപ്പ് ചൂട് എല്ലാം വെച്ചിട്ട് സെൻസേഷൻ അറിയാം. ശേഷം ഒരു 6 months കഴിഞ്ഞിട്ട് വീണ്ടും റിവ്യൂ ഒക്കെ പറയും. അപ്പൊ എല്ലാം അത് കൃത്യമായിട്ട് ചെയ്യുക. ഇൻ കേസ് പല്ലിന് സെൻസേഷൻ കുറയുന്ന ഒരു സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിന് റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് അതിന് വേണ്ട രീതിയിലുള്ള ഫില്ലിങ്ങോ ക്യാപ്പോ ചെയ്യാറുണ്ട്.